എനിക്ക് മാത്രം ഒരു ഫ്രണ്ട്സും ഇല്ല. ഇവിടെ സ്നാക്സ് ബ്രേക്ക് ആയിട്ട് ആരെയും കാണുന്നില്ലല്ലോ ഇവിടെ. ആ മറ്റവനുണ്ടല്ലോ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്, അവനിവിടെ കാണില്ലല്ലോ. ഒന്നിടെ പോയി നോക്കാം. ഇല്ല, ഇവിടെ ആരും കാണുന്നില്ല. ഞാൻ തിരിച്ചു പോകാൻ പോവാ. അയ്യോ, ഇവനെ പറ്റിച്ചത് കുറച്ച് ഓവറായി പോയാ. അയ്യോ, എന്നാ അവനെ ഒന്നുകൂടെ പോയി അടുത്തേക്ക് പോവാ. പാവം. എടാ, ദേ ഞാനിവിടെ ഉണ്ട്. നിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രാങ്ക് ചെയ്തതാ. സോറി, നീ കരയണമെന്നാ? അതാരാ? എടാ നീയോ? എടാ ഞാൻ തന്നെ, നീ വിഷമിക്കണ്ട. സോറി എടാ, ജസ്റ്റ് ഞാൻ നിന്നൊന്ന് പ്രാങ്ക് ചെയ്തതാ. എന്നോട് ക്ഷമിക്കണം പ്ലീസ്. എടാ അത് കുഴപ്പമില്ല, പക്ഷെ എന്നൊന്നും ഇങ്ങനെ ചെയ്യില്ല കേട്ടോ. ആരുടെ മനസ്സാ പെട്ടെന്ന് താഴ്ന്നു പോണെന്ന് പറയാൻ പറ്റൂല. അയ്യോ സോറി എടാ, എന്നോട് ക്ഷമിക്കണം. അന്ന് ഞാൻ നിന്റെ കാല് പിടിക്കാം, എന്നോട് ക്ഷമിക്കണം. എടാ നീ കാലൊന്നും പിടിക്കണ്ട, അതിപ്പോ ആർക്കും ഒരു അബദ്ധം പറ്റൂലേ. ആ ശരിയടാ. എടാ നമുക്കിന്നൊരു സ്ഥലം വരെ പോയാലോ? എന്ത് സ്ഥലാടാ? അതെനിക്ക് അറിയുന്നൊരു നല്ല സ്ഥലാ. അവിടെ ചിലപ്പോ കുറച്ച് മാങ്ങയൊക്കെ ഉണ്ടാവും. ആരേക്ക് സമ്മതിക്കൊന്നും എനിക്ക് അറിയില്ല. ഇപ്പൊ സ്കൂളിൽ വരുന്ന സമയല്ലേ, നമുക്കൊന്ന് പോവാ അവിടെ. എടാ പക്ഷെ നമ്മുടെ അമ്മ വഴിക്ക് ചീത്ത പറയത്തില്ലേ? എടാ പൊട്ട, നമ്മള് കുറച്ച് അവിടെ മാങ്ങയുണ്ട്, ഈ മാങ്ങ എടുത്തോണ്ട് നമ്മക്ക് കൊടുക്കും. എന്നിട്ട് നമ്മള് പറയും ഞങ്ങക്ക് വഴി തെറ്റിപ്പോ ചേച്ചി, പക്ഷെ അവിടെ ആണെങ്കിൽ കുറച്ച് മാങ്ങ ഇരിപ്പണ്ട്, ഞങ്ങൾ അത് എടുത്തോണ്ട് വന്നെന്ന് പറയാ. ശരിയാടാ, നല്ല ഐഡിയ ആണ്. നമുക്ക് ഇങ്ങനെ വേഗം പോവാ. ശരി വാ. എടാ അവിടെ മാങ്ങ ഉണ്ടാവോ? എടാ എനിക്ക് അറിയൂല, ചെലപ്പോ ഉണ്ടാവും ചിലപ്പോ ഉണ്ടാവൂല. അതുകൊണ്ട് നമുക്ക് അമ്മയുടെ അടുത്ത് വേറെ എന്തെങ്കിലും കാര്യം ചുറ്റി പറയാം, അതായിരിക്കും നല്ലത്. അതേടാ, പക്ഷെ ഇതൊക്കെ നല്ലതാണോ? എടാ ഇതിപ്പോ എന്താ, നമുക്ക് പിള്ളേര് നമുക്ക് ഒരു മാങ്ങക്ക് കിട്ടാൻ കുറച്ച് ഇത് വേണമല്ലോ. അത് കുഴപ്പമില്ല, നമുക്ക് വേഗം പോവാ. എടാ ഞാൻ ഇവിടെ എത്തി, നീ വേഗം വാ. ആടെ ഞാൻ വേഗം തന്നെയാണ്. നീയൊക്കെ എന്ത് ഫാസ്റ്റാടാ. ഫൈനലി ഞാൻ എത്തിയടാ. വാ. നടന്ന് നമ്മൾ ഫൈനലി ഇവിടെ എത്തിയല്ലേടാ. ശരിയാടാ, വാ. നടപ്പ് നിർത്തിട്ട് എത്തി, സ്ഥലം എത്തി. എടാ ഇതാണ് നീ പറഞ്ഞ മാങ്ങമരം? അതെടാ, ഇതാണ്. എന്ത് പ്രശ്നം? ഇത് തന്നെയല്ലേ മാങ്ങമരം? എടാ പൊട്ട, ഇത് മാവിന്റെ മരമല്ല, ഇത് പ്ലാവിന്റെ മരമാണെടാ പൊട്ട. ഇത് മാങ്ങയുടെ മരമാണല്ലോ. പോടാ, ഇത് പ്ലാവിന്റെ മരമൊന്നുമല്ല, നിനക്ക് തോന്നണായിരിക്കും. എടാ പൊട്ട, നിനക്കെന്നെ വിശ്വാസമില്ല, നീ നേരിട്ട് നോക്ക്. ആ ഒരു മരത്തില് മാങ്ങയുണ്ടോ? അത് പ്ലാവിന്റെ ഇലയാണത്. ശരിയാണല്ലോ, ഞാൻ ഓർത്തത് മാങ്ങയെന്ന്. ഇത് പ്ലാവിന്റെ ഇലയായിരുന്നോ? എടാ നിനക്ക് എന്തിന്റെ സൂക്കേട്? ഞാൻ എന്റെ അമ്മയെടുത്ത് എന്ത് പറയും? ഇത്ര സമയം പോയി, അമ്മ എന്നെ കൊല്ലുകയും ചെയ്യും. നിനക്ക് പ്ലാവിന്റെ മരവും മാങ്ങയുടെ മരം കണ്ട മനസ്സിലാവും എടാ പൊട്ട. എടാ അത് പിന്നെ സോറി പറഞ്ഞ ഈ കാര്യം തീരോടാ. നിനക്കിത് വേണം. നീ എന്നെ തന്നെ കൈപ്പിടിച്ചോ? ആഹാ, എന്നെ ഞാൻ വഴി തെറ്റിപ്പിച്ചിട്ട് അവനെ തന്നെ ഇടിക്കണം. ആഹാ, ഇന്നാ പിടിച്ചോ. ഇതെന്തിവിടെ പ്രശ്നം? അയ്യോ അങ്കിള്. കുറെ നേരം ഞാൻ ഇവിടെ സൗണ്ട് കേൾക്കണത്, നിങ്ങക്ക് എന്താ പ്രശ്നം? അതങ്കിളെ, ഇവനാണങ്കിളെ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അങ്കിള് ഇവൻ കള്ളം പറയാ. ആരാടെ കള്ളം പറഞ്ഞേ? നീയല്ലേ ഇങ്ങോട്ടെന്നെ വിളിച്ചോണ്ട് വന്നത്? ആഹാ, ഇപ്പൊ വിളിച്ചോണ്ട് വന്നത് അബദ്ധായി പോയാ? രണ്ടുപേരും നിർത്തോ? ഇതിൽ ആരെങ്കിലും എന്താ സംഭവിച്ചെന്ന് പറയോ? ഞാൻ പറയാ ചേട്ടാ. അന്ന് വേഗം പറ. ചേട്ടാ, സ്കൂളിൽ വെച്ച് ഇവൻ എന്നോട് പറഞ്ഞു ഈ ചേട്ടന്റെ വീട്ടില് ഒരു മാങ്ങയുടെ മരം ഉണ്ടെന്ന്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഒരു പ്ലാവിന്റെ മരമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എടാ ഇത് പ്ലാവിന്റെ മരമാണെന്ന്. അപ്പൊ പിന്നെ വഴക്കായി. ഇപ്പൊ ഞാൻ രണ്ട് വഴക്കായി. അപ്പോഴാണ് ചേട്ടൻ വന്നത്. ചേട്ടാ അത് എനിക്ക് അറിയില്ലായിരുന്നു ഇത് പ്ലാവിന്റെ മരമൊന്നും. ഇത് രണ്ടെണ്ണ എന്നെ കൊല്ലും. ഓടങ്ങട്ടെ എന്റെ വീട്ടിൽ നിന്ന്. അയ്യോ ചേട്ടാ സോറി, ഞങ്ങൾ വെറുതെ വിട്ടേക്ക്. ശരി ചേട്ടാ, ഇനി ഞങ്ങൾ വാരിയ ചേട്ടനെ വെറുതെ വിട്ടേക്ക്. ഓടിക്കോ രണ്ടെണ്ണവും. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ലൈക്കും സബും ചെയ്യാൻ മറക്കരുതേ.